പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാം എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വചനം ഞാൻ വായിച്ച് അല്പം വ്യാഖ്യാനിക്കട്ടെ. കൊളോസോസ് അധ്യായം 1:24. കൊളോസോസ് അധ്യായം 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് പറയാണ്, കൊളോസോസിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാണ് സന്തോഷപൂർവ്വം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള, അതിനു ശേഷം പറയുന്നു, നിങ്ങൾക്കു വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ഈ ദൗത്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, നിങ്ങളും ചിന്തിക്കാറുണ്ട്, ഈശോയുടെ കുരിശിലെ സഹനം പോരായിരുന്നോ? ആ കുരിശ് വെച്ച് എല്ലാം പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചെല്ലാം തീർന്നില്ല, പിന്നെ എന്തിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. എന്താണ് ആ കുറവ്? ഇവിടെയാണ് അത് ഞാൻ ഏറെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോയുടെ സഹനത്തിന് യാതൊരു കുറവുമില്ല. അവന് സഹനം ധാരാളം മതി ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ. അങ്ങനെ യേശുവിലൂടെ എല്ലാവരും ആ കുരിശിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. ഇതാ സകലം പൂർത്തീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആത്മാവിനെ പിതാവിന് കൊടുത്തു, നമുക്കും തന്നു. എന്നാൽ എന്താണ് ഈ കുറവ്? ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകൻ എഴുതിയ 53-ാം അധ്യായം വചനം 5 ആണ്. അത് ഈശോയുടെ സഹനത്തെപ്പറ്റി പറയുന്ന പ്രവചനം ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. 5-ാം വചനം ശ്രദ്ധിക്കൂ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശരം ഏൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ശരങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. 7-ാം വചനം പറയുന്നു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അതിനുശേഷം 8-ാം വചനം, മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരും കരുതിയില്ല. വീട് പറയുകയാണ്, അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ശരമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതം ആയിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വചനഭാഗം മനസ്സിലായി എന്ന് അത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈശോ കുരിശിൽ വെച്ച് സഹിച്ച സഹനം. അപ്പോൾ ഈശോ മനസ്സിൽ കണ്ടത് നമ്മളെല്ലാവരെയാണ്. അത് എല്ലാ തലമുറകളെയും കണ്ടു, ലോകാവസാനം വരെ ജീവിക്കുന്ന എല്ലാവരെയും. അവർക്ക് വേണ്ടി അവരുടെ സഹനം തൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു. ഇനിയും അത് അങ്ങനെ നമുക്ക് രക്ഷ നേടിത്തന്നു. ഇനിയും ഈ രക്ഷയെ നമ്മളാണ് സ്വന്തമാക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് കുരിശിൽ ക്ഷമിച്ചു. സത്യമാണ്. എൻ്റെ ശരീരത്തിലെ രോഗങ്ങളും മനസ്സിലെ രോഗങ്ങളും ഏറ്റെടുത്തു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. 1 പത്രോസ് 2:24.
ഇനി അതെനിക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഞാൻ അനുദപിക്കണം, അവനെ വിശ്വസിക്കണം, അവൻ്റെ അടുത്ത് വരണം. അപ്പോൾ അത് എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ അനുദപിക്കാതെ, പ്രായശ്ചിത്തം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ സഹനം ഏറ്റെടുക്കാതെ അത് സാധ്യമല്ല. അപ്പോൾ അതാണ് ആ കുറവ്. ഇനി ഞാനൊരു പാപിയാണ്. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്കറിയാം ഈശോ എനിക്ക് രക്ഷ നേടി. ഈശോയുടെ മനസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. കാരണം എനിക്ക് വേണ്ടി അവൻ കുറ്റവാളിയായി. അതുകൊണ്ട് എനിക്കറിയാം അത് ബുദ്ധി കൊണ്ട്. എനിക്ക് ആ കുറ്റം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഞാൻ വരണം, അനുദപിക്കണം, ഏറ്റുപറയണം, പാപമോചനം പ്രാപിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. ഞാനത് ചെയ്യുന്നില്ല. അതെൻ്റെ സഹോദരൻ കാണുന്നു, സഹോദരി എൻ്റെ അപ്പനോ അപ്പയോ അറിയുന്നു. അപ്പോൾ എൻ്റെ ഈ സഹനം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുക എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം, എൻ്റെ പാപങ്ങൾ അറിയാവുന്ന എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എനിക്ക് പകരമായി നിന്നുകൊണ്ട്, ഓർക്കണമേ, ഈശോ നമുക്ക് പകരമായിട്ടാണ് പിതാവിന് മുമ്പിൽ പാപങ്ങൾ ഏറ്റെടുത്തത്. അവൻ പാപമുള്ളവൻ ആയിരുന്നില്ല. നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നു 2 കൊരിന്ത്യർ 5:21. പാപമില്ലാത്ത അവൻ പാപമായി നമ്മളെ പ്രതി മാറി നമ്മളെ അവിടുത്തോട് യോജിപ്പിച്ച് വിശുദ്ധരാക്കുവാൻ. ഹല്ലേലൂയ. അതുപോലെ പാപരഹിതനായ ഞാൻ എന്ന് പറഞ്ഞാൽ പുണ്യത്തിലായിരിക്കുന്ന ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുക. ഇതാണ് അത് യേശുവിൻ്റെ സഹനത്തുള്ള കുറവ് എന്ന് ഞാൻ പറയുന്നത്. അതിന് കാരണമെന്ത്? ഞാൻ യേശുവിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമാണ്. ഈ അനുദപിക്കാതിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന വ്യക്തിയും ഈശോയുടെ ശരീരത്തിലെ അവയവത്തിലെ ഒരംഗമാണ്, ഒരവയവമാണ്. കാരണം മൗലിക ശരീരം, ഈശോയുടെ ശരീരം നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 12:27. നമ്മൾ അവയവങ്ങളാണ്. അപ്പോൾ അവയവം വേദനിക്കുന്നു, അനുദപിച്ചിട്ടില്ല, നരകത്തിലേക്ക് പോകുന്നു. അഥവാ ശാരീരികമായ രോഗം സഹിക്കുന്നു, മാനസികമായി തകർന്നിരിക്കുന്നു. അപ്പോൾ ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഒരു അവയവം വേദനിക്കുമ്പോൾ മറ്റൊരു അവയവം വേദനിക്കുന്നു. അപ്പോൾ ആ വേദന ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇതാണ് കുറവ് നികത്തൽ എന്ന് അത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബൈബിൾ വായിക്കും തോറും. പ്രിയമുള്ളവരെ, അത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ 52 വർഷമായിട്ട് ഈ ശുശ്രൂഷയിലാണല്ലോ. ആത്മാക്കളെ രക്ഷിക്കുക. ഏറെ സഹനങ്ങൾ കർത്താവ് എനിക്ക് ദാനമായി തന്നു. ആ സഹനങ്ങൾ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും സന്തോഷത്തോടെയാണ്. ഈ സഹനങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്ക് അർപ്പിച്ച് ഏറ്റെടുക്കുകയാണ് മറ്റുള്ളവരെ പ്രതി. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ. അച്ഛന് രോഗശാന്തിക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു. ആ എഴുത്ത് അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. ഒത്തിരി പേര് ഞാൻ അത് അച്ഛനെ പടമെടുത്ത് കണ്ടു, അച്ഛനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ പുണ്യവാനോ ദൈവമായിട്ടല്ല. ഞാൻ സഹിക്കുന്നൊരു വ്യക്തി, അവന് വേണ്ടി അവൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നുണ്ട്. അത് മനസ്സിൽ കൊണ്ടുവന്ന് ഈശോയുടെ സഹനത്തോടു കൂടി. കാരണം ഓരോ ക്രിസ്ത്യാനിയുടെയും മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആക്രൂശിതനായ കർത്താവാണ്. ഗലാത്യർ 3:1. അതായത് ക്രൂശിതനായവനെ നിന്നിൽ നിന്ന് ആരാണ് എടുത്തു മാറ്റിയത്? ആരാണ് ആഭിചാരം ചെയ്തത്? അപ്പോൾ ആ ക്രൂശിതനാണ് നമ്മുടെ രക്ഷ. ഈ ക്രൂശിതൻ നമ്മോടത്തുണ്ട്. അപ്പോൾ ഈ ക്രൂശിതനോട് ചേർന്നുകൊണ്ട് ആ ശരീരം, യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, ഇതാണ് പൗലോസും ഇവിടെ പറഞ്ഞത്, ശരീരമാകുന്ന സഭയിലെ കുറവ്. അപ്പോൾ ഈ കുറവ് ഞാൻ നികത്തുകയാണ് ഏറ്റെടുത്ത്. ഒരാൾ എഴുതുമ്പോൾ ഞാൻ ആളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വേദനയോടുകൂടി ഉറക്കമളച്ചിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ കാണുന്നു. അവന് പകരമായിട്ട് എൻ്റെ പ്രായശ്ചിത്തം സ്വീകരിക്കുന്നു. ഒരു വിഷയം അവന് മാനസാന്തരം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗശാന്തി കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതചര്യ ധ്യാനിപ്പിക്കുക മാത്രമല്ല,
അവരൊക്കെ അയക്കുന്ന എല്ലാ കത്തുകളും കമ്പ്യൂട്ടറിലാണെങ്കിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. ആ മൊബൈലാണെങ്കിൽ ആ മൊബൈലിൽ കൈവച്ച് പ്രാർത്ഥിക്കും. കത്താണെങ്കിൽ ആ കടലാസിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പടമാണെങ്കിൽ ആ പടത്തിന് പുറത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ സഹനം സഹിച്ചുകൊണ്ടാണ്. അവൻ്റെ പാപങ്ങൾ കൂടി ഞാൻ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് മനസ്സാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കരുണയായിരിക്കണമേ എന്ന്. അതിൻ്റെ ഫലം ഞാൻ കാണുന്നുണ്ട്. ഇത് ഞാൻ പറയും, പ്രത്യേകിച്ച് വൈദികർ മറ്റുള്ളവർക്കായി സമർപ്പിക്കപ്പെട്ട ഒരു വൈദികൻ്റെ ചുമതലയും കൂടിയാണ്. ഒരു വൈദികൻ, പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയും ഈ കുറവ് നികത്തണം. ലേവ്യർക്കുള്ള പുസ്തകം അധ്യായം 4-5 വായിക്കുന്നു. 5-ാം അധ്യായം 10, ദഹനബലിയായി ഒരു ആട്ടിൻകുട്ടിയെ സമർപ്പിക്കണം. പുരോഹിതൻ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. കർത്താവിൻ്റെ വചനമാണിത്. അത് പുരോഹിതൻ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. ഒരു പുരോഹിതൻ്റെ പണിയാണത്. അതുപോലെ തന്നെ വായിക്കുന്നുണ്ട് 5-ാം അധ്യായം 10 വചനം. 4-ാം അധ്യായം 35-ാം വചനം. സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. അപ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എൻ്റെ വേദനകളെ ഞാൻ അർപ്പിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി എൻ്റെ വേദനയെ ഞാൻ കർത്താവിൻ്റെ വേദനയോട് കൂട്ടിച്ചേർക്കുന്നു. പഴയ നിയമത്തിൽ ഒരു ആടിൻ്റെ തലയിൽ കൈവച്ച് അത് ഈ പാപം ആ ആടിനെ ചുമത്തുകയാണ്. പാപങ്ങൾ നിഹനിക്കുന്ന കുഞ്ഞാട്. അതുതന്നെയാണ് നമ്മൾ വായിക്കുന്നത് 1:29 യോഹന്നാനിൽ ഈശോയെപ്പറ്റി. ഈശോ പാപം ഏറ്റെടുത്തു, നിഹനിച്ചു. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അവൻ്റെ തലയിൽ ചുമത്തി. അവസാനം പാപിയായി അത് ക്രൂരമായ ആ കുരിശുമരണം. പാപമില്ലാത്തവൻ പാപമായി, കുറ്റമില്ലാത്തവൻ കുറ്റമുള്ളവനായി കുരിശു കിടക്കുന്നു. അപ്പോൾ അത് ഏറ്റെടുക്കുന്ന വേറെ ക്രിസ്തുവാണ് വൈദികൻ. വൈദികൻ്റെ ചുമതലയാണ്, ദൗത്യം ആണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഇതെൻ്റെ ദൗത്യ നിർവഹണമാണ്. നമ്മളിപ്പോൾ വായിച്ചല്ലോ ഗലാത്യർക്ക് കൊളോസ്യോസ് കഴുകിയ ലേഖനം അധ്യായം 1:24. ഇത് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, ഇതെൻ്റെ ദൗത്യമാണ്. ഇനിയോട് ഞാൻ പറയും, അതെ, ഒരു പട്ടം കിട്ടിയ അച്ഛൻ്റെ ദൗത്യം മാത്രമല്ല, പിന്നെയോ രാജകീയ പുരോഹിതരായ ഒരു ക്രിസ്ത്യാനി നിർവചനമാണ് അവൻ രാജകീയ പുരോഹിതൻ. അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാനാണ് അവൻ്റെ ഏറ്റവും വലിയ കടമ. ഒരു ദൗത്യമുണ്ട്. കായനെപ്പോലെ കൈയും കെട്ടി ഞാൻ എൻ്റെ സഹോദരൻ്റെ കവർക്കാരനല്ല എന്ന് പറയത്തില്ല ഒരു ക്രിസ്ത്യാനിക്ക്. എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ അയൽവക്കത്തുള്ളവർ, ഞാൻ കൂടെ ജോലി ചെയ്യുന്നവർ, സഭയിൽ ഏതെങ്കിലും ഒരു പാപിയുണ്ടോ, അതെ, അവനെ മനസ്സിൽ കണ്ട് അവൻ്റെ കുറവുകളെ ഞാൻ ഏറ്റെടുക്കുന്നു. അതാണ് സഭയിലെ യേശുവിൻ്റെ സഹനത്തിൻ്റെ കുറവ്. ഹല്ലേലൂയ. അവൻ മടിക്കുന്നു, അവൻ മനോഷണനാണ്. ഒരു വിഷയം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നില്ല, ക്രൂരനാണ്, ചതിയനാണ്. അവൻ്റെ എല്ലാം ആ പാപങ്ങളെ ഞങ്ങൾ മനസ്സിൽ കാണുന്നു. വിദൂരത്തിലായിരിക്കാം, ഏറ്റെടുക്കുന്നു. തളർവാരോടി വന്നപ്പോൾ കർത്താവ് അതെങ്ങനെ അവൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മോചനം കൊടുത്തപ്പോഴാണ് സൗഖ്യം കിട്ടിയത്. ഒരു വിഷയം നമുക്കറിയാം, വിദൂരത്തിലായിരിക്കുന്ന പലരുടെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോ അപ്രകാരം സൗഖ്യം കൊടുത്തു. അപ്പോൾ അവനുള്ള കുറവ് ഏറ്റെടുത്തു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ കുറവുകളാണ് ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ യേശുവിനെ പോലെ ആകുന്നു. പുരോഹിത, അച്ഛ, നിന്നെ വിളിക്കുന്നത് വേറെ ക്രിസ്തു എന്നാണ്. അനദർ ക്രൈസ്റ്റ്, ആൾട്ടർ ക്രിസ്തു. നീ വേറൊരു ഈശോ ആണ്. അപ്പോൾ നിൻ്റെ ദൗത്യമാണ്, ചുമതലയാണ് പാപത്തിൻ്റെ കെട്ട് ഏറ്റെടുക്കുക, അതിന് പരിഹാരം ചെയ്യുക, പരിഹാര ബലി അർപ്പിക്കുക. പള്ളിയിൽ കുർബാന ചെയ്തതു മാത്രം പോരാ, ജീവിതം തന്നെ ആ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുക, കുറവുകൾ ഏറ്റെടുക്കുക. നമ്മുടെ സഹോദരങ്ങളുടെയും സഹോദരികളുടെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളുടെയും കുറവുകൾ ഏറ്റെടുക്കുക. ഇത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാണുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നേരിട്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാത്തവർ, വെറുതെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചവർ,
അല്ലെങ്കിൽ കടലാസിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കമ്പ്യൂട്ടറിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി, മാനസാന്തരമുണ്ടായി, ദൈവാനുഗ്രഹങ്ങൾ ധാരാളം വന്നു എന്ന് സാക്ഷ്യങ്ങൾ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യത്തിൽ വെറും പ്രാർത്ഥന മാത്രമല്ല, ഈശോ പ്രാർത്ഥിച്ചതുപോലെ ആ സഹനങ്ങൾ ഏറ്റെടുത്ത കുരിശിലെ സഹനം, ഇതിനെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ട്. എൻ്റെ സഹനം ഒരു വിളിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയലത് ഫ്രാൻസിസ് അസീസിയെപ്പോലെ പാദ്രോപ്പിയോട് പുണ്യത്തിൻ്റെ ഏതെങ്കിലും അടയാളമാണെന്ന്. അല്ല, സഹനത്തിൻ്റെ ദാനമാണ്. മറ്റുള്ളവർക്ക് കൊണ്ട് സഹനം ഏറ്റെടുക്കുക സന്തോഷത്തോടെ, പിറുപിറുക്കാതെ. അതിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ സഹനങ്ങളുടെ മധ്യത്തിൽ ഞാൻ ശക്തനാണ്, സന്തോഷവാനാണ്. നിങ്ങൾ എന്നെ ഒരിക്കലും മ്ലാനവതനായിട്ട് കാണില്ല, ബലഹീനായിട്ടും കാണില്ല. കാര്യം ഇരിക്കുന്നത് ഞാൻ വീൽ ചെയറിലാണ്. നിൽക്കാൻ എനിക്ക് പറ്റില്ല, നടക്കാൻ പറ്റത്തില്ല, എനിക്ക് അനങ്ങിക്കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ ശക്തനാണ്. പ്രിയമുള്ളവരെ, ഇതാണ് അത് ജീവിതം, ഇതാണ് അത് ക്രിസ്തീയ ജീവിതം. ഈ രഹസ്യം ഞാൻ അധികം ആരോടും പങ്കുവച്ചിട്ടില്ലാത്തൊരു രഹസ്യമാണ്. ആത്മാവിൽ വളരുന്ന നിങ്ങളോട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് പറയണമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് അത് ഞാൻ പറയാണ്. എന്നെ മഹത്വപ്പെടുത്തിയൊന്നും പറയാനില്ല. എനിക്ക് മഹത്വപ്പെടാൻ എൻ്റെ പാപം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് വേറൊന്നുമില്ല. എനിക്ക് കുറവുകളും പരാധീനതകളേ ഉള്ളൂ, വീഴ്ചകളേ ഉള്ളൂ. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെയും വീഴ്ചകളെ അതുകൊണ്ട് മനസ്സിലാക്കുന്നു, അത് സ്വായത്തമാക്കുന്നു. എൻ്റെ വീഴ്ചകൾ ഞാൻ കരയണമെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്തേ മതിയാവും. ഒരു കുമ്പസാരത്തിൽ പ്രായശ്ചിത്തം അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞതുപോലെ അത് എൻ്റെ ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്താലേ പറ്റൂ. ഈ പ്രായശ്ചിത്തം ആണ് ഈശോ ഏറ്റെടുത്തത്. ആ ഈശോയുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് ഇവനും അവനും അവളും അവനും എല്ലാം. അത് ഞാൻ സ്നേഹപൂർവ്വം ധ്യാനത്തിൽ സംബന്ധിക്കുന്നവർ, എന്നോടൊത്ത് പ്രാർത്ഥിക്കുന്നവർ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ, എൻ്റെ സഭയിൽപ്പെട്ടവർ, ഞാൻ അറിയുന്നവർ, പക്ഷെ അറിയാത്ത വിദൂരത്തിലായിരിക്കുന്നവർ അപ്പോൾ ഏറ്റെടുക്കും. ഈശോയെ മാപ്പ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പാപമായിട്ട് തന്നെ ഞാൻ കാണും. അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥന അപൂർവമായിട്ട് ഞാൻ പറയാറുള്ളൂ. ഒരാൾ കുമ്പസാരിക്കാൻ വന്ന് കുമ്പസാരം കഴിഞ്ഞ് പോകുമ്പോഴും, പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു പോകുമ്പോഴും, അവൻ പറഞ്ഞ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ഈശോയോട് പറയാം, ഈശോയെ എന്നോട് ക്ഷമിക്കണമേ. കാരണം അവൻ്റെ പാപങ്ങൾ എൻ്റെ പാപമാണ്. അവൻ്റെ സഹോദരനാണ്, അഥവാ അവളെൻ്റെ സഹോദരിയാണ്. ഞങ്ങൾ ഒരേ ശരീരത്തിലെ അവയവങ്ങൾ. ഒരവയവം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പാപം വഴി, അല്ലെങ്കിൽ രോഗമായിരിക്കുന്നു, വേദന സഹിക്കുന്നു രോഗം വഴി. അത് ഞാൻ ഏറ്റെടുത്ത് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവെ എനിക്ക് മോചനം തരണമേ. ഇങ്ങനെ കർത്താവിനോട് ഐക്യപ്പെട്ട ഒരു ജീവിതം, പൗലോസ് പറയുന്ന പോലെ, ഇനി ഞാനല്ല എന്നെ ക്രിസ്തു ജീവിക്കുന്നു. ഇതിലേക്കാണ് ഒരു ക്രിസ്ത്യാനിയെ വിളിച്ചിരിക്കുന്നത്, യേശുവിലായിരിക്കുന്നവനെ വിളിച്ചിരിക്കുന്നത്, അവനോട് അനുരൂപപ്പെടുവാൻ. റോമ അധ്യായം 8 വചനം 29. അതാണ് വിളി. യേശുവിനോട് അനുരൂപപ്പെടുക, യേശുവിനെ പോലായിത്തീരുക. ഇതാണ് അത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ അത് ഞാൻ ഒരിക്കൽ കൂടി അത് വായിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ നിർത്തുകയാണ്. അത് കൊളോസ്യർക്കാർക്ക് ലേഖനം ആണ് ഞാൻ പറഞ്ഞത്. 1 അധ്യായം 24 വചനം. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ട വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. ഹല്ലേലൂയ. ഈ ദൗത്യം ഓരോ ക്രിസ്ത്യാനിയുടെയുമാണ്. പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട പട്ടക്കാരായ വൈദികരുടെ, പുരോഹിതരുടെ. അത് മറക്കരുത്. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ നിങ്ങളോരോരുത്തരെയും, പ്രത്യേകിച്ച് പുരോഹിതരെ, ഞാൻ വചനപ്രഘോഷകരെ, അതുപോലെ തന്നെ വരദാനങ്ങളുള്ളവരെ, പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്നവരെയും, ഏതെങ്കിലും തരത്തിൽ ലീഡർഷിപ്പിലായിരിക്കുന്നവരെയും ഈശോ കൽപ്പിക്കുന്നു. നിങ്ങളുടെ കർത്താവിൻ്റെ ശരീരത്തിലെ കുറവ് എന്ന് പറഞ്ഞാൽ സഭയിലെ അംഗങ്ങളുടെ കുറവ് എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം മുമ്പ് കുരിശു മരിച്ച ഈശോയുടെ സഹനത്തിന് കുറവല്ല. ഇന്ന് ആ ക്രിസ്തുവിൻ്റെ ശരീരം സഭയാണ്.
ആ സഭയിലെ കുറവ് നിങ്ങൾ കൂടി ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കുക, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക, വിടുതലിനായി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.